ഹായ് ഹലോ നമസ്കാരം. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇന്നെന്താ കൈലി മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്നതല്ലേ? വാർക്കപ്പണിക്ക് പോകാനല്ല, ഞാൻ നിൽക്കുന്നത് ഒരു നാടൻ വിഭവം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്. അതൊരു ഷാപ്പാണ്. ഈ ഷാപ്പ് എവിടെയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അമരവിള ചെക്ക് പോസ്റ്റിന് സമീപം ഹരിത റെസ്റ്റോറൻറ്റ് ആൻഡ് ടോഡി ഷോപ്പ്. അവിടുത്തെ ഒരു പ്രധാന ഒരു അട്രാക്ഷൻ ഞാൻ വന്നപ്പോൾ കണ്ടത് വിഭവസമൃദ്ധമായ ആഹാരത്തിനോടൊപ്പം തന്നെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇന്നത്തെ ഒരു ഷെഫിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഷെഫ് ഒരു വെറൈറ്റി ഐറ്റം ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ പുള്ളി പ്രാക്ടീസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതെന്താണ് ആ ഐറ്റം എന്നും ആ ഷെഫിനെ കുറിച്ച്, ഷെഫിനൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, പുള്ളി ഇന്ന് ക്ലാസ്സും കൂടെ എടുക്കുന്നത്, അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കി അറിയാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഷെഫ്. കാണുമ്പോൾ ഒന്നും തോന്നരുത്, അടിക്കാന്ന് വന്നതല്ല, ഒരു നാടൻ വിഭവം ആയതുകൊണ്ട് നാടൻ ശൈലിയിൽ വന്നതേ ഉള്ളൂ. ചേട്ടൻ്റെ പേരെന്താണ്? ലാൽകുമാർ. ലാൽകുമാർ. ഒന്ന് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് ആ ശരീരം കാണാൻ പറ്റില്ല. അതാരാണ് കൂടെ നിൽക്കുന്നത്? ഇത് നമ്മളെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇന്ന് ക്ലാസ്സും കുക്കറി ഒരുമിച്ചാണ് അല്ലേ? എന്താ അസിസ്റ്റന്റ് പേരെന്താണ്? ഷീജ. അപ്പൊ ഇനി സീന. അപ്പൊ സീനയാണ് ഇനി അടുത്ത് പാരമ്പര്യം തുടരുന്നത്. ശരി, ഇന്ന് എന്ത് വിഭവമാണ് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ആദ്യം നമ്മൾ ഞണ്ടടിക്കാൻ പോയി. കായലി ഞണ്ട് പലരും ചെയ്യുന്നുണ്ട്. എന്താണ് ചേട്ടന്റെ വെറൈറ്റി? എന്താണ് ഇതൊന്ന് വെറൈറ്റി എന്ന് വെച്ചാൽ മുളകൊടി ഇല്ലാതെ നമ്മൾ തേങ്ങ ഇട്ട് ചെയ്യുന്നതാണ്. ഓ, മുളകൊടി ഇല്ലാതെ തേങ്ങ ഇട്ടിട്ടുള്ള പരിപാടി. ഓക്കെ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിന് വേണ്ടപ്പെട്ടുള്ളതെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, സവാള, ചെറിയ ഉള്ളി, തേങ്ങ, കുരുമുളക്, ഗരം മസാല, ഉപ്പ്, മഞ്ഞപ്പൊടി, വെള്ളം, കുറച്ച് എണ്ണയും, പിന്നെ പാത്രവും. പാത്രം എല്ലാം ഉണ്ടാക്കാകത്തില്ലല്ലേ? ഇതെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് കഴിവെന്നുള്ള സാധനം വേണം. കൈപുണ്യം. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇനി ഞണ്ടിന്റെ പേരുണ്ടോ? വിഭവത്തിന് പേരെന്തെങ്കിലും ഉണ്ടോ? ഇതിനാ ഞണ്ട് മപ്പാസ് എന്ന് പറയും. ഞണ്ട് മപ്പാസ്. അപ്പൊ ഇത് ഹരിത റെസ്റ്റോറന്റിലെ പ്രധാന ഐറ്റം ആണോ? മെയിൻ ആണ്. ഇത് മെയിനാന്ന് വെച്ചാൽ കായലി കൊണ്ടാണ്. ഇതാ സാധനം എന്ത് കണ്ട കാലുൾപ്പെടെ ഞാൻ ഇരിക്കുക. ഓ, നോക്ക്, ഇത് മറ്റേ എന്തിനും സിനിമ റോബോട്ട് പോലെ ഉണ്ട്. ജീവനോടാണ് കിട്ടിയാണെങ്കിൽ കഴുത്ത് വരെ ഇറക്കി കളയും. സ്പെഷ്യാലിറ്റി ഇറക്കുന്നതാണ് പുതിയ എന്നുണ്ട്. കണ്ടില്ലേ, എല്ലാം കാലുള്ള സൈസാ, അല്ലാതെ കാല് വേറെ ഇതൊന്നുമില്ല. ഓ, അതാണ് കായൽ ഞണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ടില്ലേ, മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി ചെയ്തുകൊണ്ട് ഓരോന്നും ഞാൻ വിശേഷമായി ചോദിക്കാം. ശരി, അപ്പൊ ആദ്യം എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്? എങ്ങനെ ആദ്യം കത്തിക്കാൻ പോവുക. ഭഗവാനെ നന്നായി വരണേ, ഞങ്ങൾ കൂടെ കഴിച്ച് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. റെഡി. ഇതിപ്പോ നമ്മൾ ഈ ഹരിത റെസ്റ്റോറന്റ് ടോഡി ഷോപ്പ് എത്ര വർഷമായി ഇവിടെ? ഇവിടെ ഇപ്പോൾ ഒരു നിങ്ങളൊരു ഒറ്റട്ട് ഒരു കൊല്ലം ആകാൻ പോകുന്നു. രായമലി അമരവിള മാത്രമാണ് ഇതുള്ളത്? ഒരു ബ്രാഞ്ച് വേറെ ഉണ്ടോ? അല്ല, ബ്രാഞ്ച് ഉണ്ട്, കൊല്ലത്ത് ഇഷ്ടം ഇതുണ്ട്. ഓ, അത് ശരി, കൊല്ലമാണ് ഇതിന്റെ കേന്ദ്രം അല്ലേ? ഓ, അത് ശരി. ഇവിടെ എങ്ങനെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ടാവാണ്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കാരണം എല്ലായിടത്തും പ്രധാനമായിട്ട് നോക്കുന്ന പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു നാടൻ റെസ്റ്റോറന്റ് പോലെ തോന്നുന്നുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ ഭയങ്കര ഫാമിലി ഫാമിലി വരാതിരിക്കില്ല. ലോക്കൽ കൂടുതലല്ലേ, കൂടാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടാരം പോലത്തെ ഉള്ളതല്ലേ? പിന്നെ ഇത് സ്റ്റേജ് പ്രോഗ്രാം. അത് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. ബർത്ത്ഡേ വരിയൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേ പ്രോഗ്രാം, കേക്ക് മുറിപ്പ്, അങ്ങനെയൊക്കെയുള്ള ഫാമിലി ആയിട്ട് വന്നവർ ചെയ്യും. ഇവിടെ കൂടുതൽ ഈ ഫംഗ്ഷനൊക്കെ ചേട്ടൻ എന്ത് വിഭവം ഒരു പ്രധാന ഡിഷായിട്ട് കൊടുക്കുന്നത്? അവർ പറയുന്ന ഐറ്റം ഇവിടെ നാടൻ കറികളാണ് മെയിനായിട്ട്. ലൈവ് അല്ലാതെ ഷവർമ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നുമില്ല, എല്ലാം നാടൻ. അപ്പൊ നമ്മളെ ചട്ടി ചൂടായി. സംസാരത്തിനിടയ്ക്ക് അത് മറന്നു പോകും, അല്ലെങ്കിൽ പിന്നെ അവസാനം കുളമായി പോകും. എണ്ണ ഒഴിച്ച് അതൊരു കണക്കൊന്നുമില്ല, അങ്ങ് ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിച്ച് ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ അങ്ങനെ അളവുണ്ടോ? 3 സ്പൂൺ. 3 സ്പൂണെന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ഇത് ടേബിൾ സ്പൂൺ അല്ല. ഓക്കെ, കിണ്ടുന്ന സ്പൂണാണ്. അസിസ്റ്റന്റ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ അസിസ്റ്റന്റ് ഇനി കടുവിടണം. അത് എടുത്തു തരാനാണ് അസിസ്റ്റന്റ് നിർത്തിക്കണം. അസിസ്റ്റന്റ് ഒന്നും മിണ്ടുന്നില്ല, എടുക്കുന്നില്ല. വേണ്ട. കടു എണ്ണ ചൂടാവുന്നു. ഇടാണ്ട സമയമായി. ആളെ ചൂടാവില്ല, എണ്ണയാ ചൂടാവുന്നത്. കടുകിടുന്നു. പൊട്ടാനൊരു മടിയുണ്ട്. പൊട്ടും ഒരു പൊട്ടി തെറിക്കലായിരിക്കും. നല്ലൊരു മടിയുണ്ട് കേട്ടോ. ചൂടായി വരുന്ന സമയമല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഡിഷ് എന്താ? ഈ ഞണ്ടല്ലാണ്ട് നമ്മൾ വേറെ എന്ത് ഡിഷാവും? എല്ലാവരും വന്ന ഒരു സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി അമരവിള ഈ പറയുന്ന ഹരിതയിൽ വരുന്നതിന് ഒരു പ്രധാന കാരണം ഉണ്ടാവുമല്ലോ. പ്രധാനം വരുന്നത് ഞണ്ട്, കണവ, താറാവ്, പോർക്ക്. പോർക്കുണ്ട്. പിന്നെ ഈ ചെമ്പല്ലി തല, വെളുത്തുള്ളി, ചെമ്പല്ലി തല, നെമ്മീൻ തല. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി
എല്ലാം ഒരു ബൗളിലാണ് കണക്കായി വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസ് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഇഷ്ടാനുസരണം അങ്ങ് വാരി ഇടുന്നുണ്ട്. ഞാൻ തീ ഇച്ചിരി ഉറക്കുക. തീ കുറയ്ക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക് ഇടുന്ന വെച്ചാൽ നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് മപ്പാസായതുകൊണ്ട് മുളക് പൊടി പച്ചമുളക് എരി കിട്ടാൻ കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് അതങ്ങ് ഫുള്ളം കിട്ടും അല്ലേ? കാര്യം നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. മണം ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വറ്റൽമുളക് അത് കുറച്ച് പേടേ ഉള്ളൂ അല്ലേ? ബാക്കി പിന്നെ ചേട്ടൻ ഇവിടെ എത്ര വർഷമായി ഈ ഹരിതയില്? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 കൊല്ലമായി. അല്ലാതെ ഞാൻ ഇതിന്റെ ബ്രാഞ്ചിൽ നിന്നിട്ടുണ്ട്. ശരി. ബ്രാഞ്ചിലേക്ക് നിന്നിട്ട്. ഇവിടെ അല്ല നിങ്ങളുടെ സ്ഥലം കൊല്ലംകാരനാണ്. കൊല്ലംകാരനാണ്. ഇതാണ് കുഴപ്പം. കൊല്ലത്ത് നിന്ന് പിന്നെ ഇല്ലം വേണ്ട. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലത്ത് പോവാതിരിക്കാക്കോ? അസിസ്റ്റന്റ് മിണ്ടണില്ല കേട്ടോ. അസിസ്റ്റന്റിന് മിണ്ടണില്ല, ചിരി മാത്രമേ ഉള്ളൂ. മതിയല്ലേ? ലൈറ്റ് കുറവേണ്ടേ? നല്ല വെട്ടമുള്ള ചിരിയാ. ഇഞ്ചി വെളുത്തുള്ളി. ചേച്ചി എത്ര വർഷമായി ഈ പരിപാടി കുക്കിംഗ് മേഖലയിൽ? 1 വർഷമായി. കുക്കിംഗ് പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്താണ് ഈ കുക്കിൽ ചേട്ടൻ കണ്ട ഒരു പ്രത്യേകത? എന്താണ് ഈ അസിസ്റ്റന്റില്? പെട്ടെന്ന് കാര്യങ്ങൾ കഴിവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചു. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നാണ്? ഇറക്കുമതി ചെയ്താണോ? അല്ലല്ല, ഇവിടെ ഉള്ളതാണ്. ഇവിടെ വന്നുള്ള വരിക. ചെറിയ ഉള്ളി തൊലിച്ച ചെറിയ ഉള്ളി അത് ഉള്ളങ്ങിടുകയാണ് അല്ലേ? വലിയ ബൗളിലാണ്. അത് കിടന്നങ്ങ് മൂക്കുകയാണ്. ഇതിന് നമ്മൾ സ്വല്പം ഉപ്പ്, ചെറിയൊരു സ്പൂൺ ഉപ്പങ്ങ് ഇടുന്നുണ്ട്. സ്വല്പം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പാത്രം വേണോ? ഞാൻ എടുത്തുതരാം. അടപ്പടച്ചാൽ ഇത് ഒന്ന് വാടാൻ വേണ്ടി, എളുപ്പം ഇടാൻ വേണ്ടി അടപ്പ് വെച്ച് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം മിക്സിങ് ആയി ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പം ഈ ഉള്ളി ഒന്ന് വാടി വരും. ഈ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആണോ? കാരണം എന്തോ? നിങ്ങളുടെ സേവനം ഇവിടെ വേണമെന്ന് വിചാരിച്ചിട്ടാണോ? അതോ ഇവിടെ വേറെ ഷെഫ് ഇല്ലാത്തതുകൊണ്ടാണോ? ഇല്ലാതെ വിളിച്ചു വന്ന്. പ്രൊമോഷൻ ആണോ ഇങ്ങോട്ട്? ബ്രാഞ്ചിൽ നിന്നല്ലേ? ബ്രാഞ്ചിൽ നിന്ന് മെയിൻ ഷെഫായിട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ? അവിടെ അസിസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ വന്ന മേൽക്കയറ്റം. ശമ്പളം കയറിയിട്ടുണ്ടോ? ഉദ്യോഗക്കയറ്റം. ശമ്പളം കയറിയിട്ടുണ്ടല്ലേ? പിന്നെ ഉദ്യോഗക്കയറ്റം വരുമ്പോൾ ശമ്പളം കൂടത്തില്ലേ? അതെ. ഈ നർമ്മത്തിലൂടെയുള്ള സംഭാഷണം പണ്ട് പോലെ ഉള്ളതാണോ? ജന്മന കിട്ടിയതാണോ? 8 മുതൽ 7 SI. അപ്പൊ 8ന്റെ ശമ്പളം അല്ലല്ലോ SIക്ക്. ഇവിടെ അക്കോമഡേഷൻ ഒക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ ഇത് നല്ല അക്കോമഡേഷൻ പറ്റിയ സ്ഥലമാണല്ലോ ഇതിനകത്തൊക്കെ. ഇവിടെ തന്നെ എല്ലാം. ഈ കുടിലും മാതൃകയാണ് നിങ്ങളുടെ ഹരിതയുടെ പ്രധാന സ്പെഷ്യാലിറ്റി അല്ലേ? ആണല്ലോ മെയിൻ. അതെ. എന്നാൽ ഫാമിലിയിലൊക്കെ സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കത്തക്ക സൗകര്യം. നൈറ്റ് ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമാണ് അല്ലേ? എപ്പോഴും ഫാമിലിയാണ്. രാത്രി 9 മണി വരെ, 8 മണി വരെ കള്ളുണ്ടെങ്കിലും 9 മണി വരെ ഫുഡ് കഴിക്കും. കള്ള് 8 മണി വരെ? 9 മണി വരെ ഫുഡ് കൊടുക്കും. രാവിലെ എത്ര മണി തുറക്കുന്നത്? രാവിലെ നമ്മൾ പിന്നെ 8 മണിയാകുമ്പോൾ കള്ളിൻ്റെ തുറക്കും. പക്ഷെ ഫുഡൊക്കെ ആയി വരുമ്പോൾ 9 മണിയൊക്കെ ആവും. 9 മണിയാവും അല്ലേ? 9 മണി തൊട്ട് കള്ളൊക്കെ നല്ല ഒറിജിനൽ പനങ്കള്ളി തന്നെയാണോ അതോ മറ്റേ പരിപാടിയൊക്കെ ഉണ്ടോ? പനങ്കള്ളില്ല, ചെത്തുകള്ള്, തെങ്ങുകള്ള്. പൊടിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പൊടിയൊക്കെ ഇടുന്നുണ്ട്, ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ ഒറിജിനൽ തെങ്ങ് ചെത്തുന്നു, കള്ള് കൊണ്ടുവരും, തീരുന്നു. ചിലപ്പോൾ 3 മണിക്ക് മുമ്പ് തീരും, കള്ള് തീരും. അത് തീരും, തീർന്നു. ഇത്രേ ഉള്ളു. ഈ കാട്ടുകുതിരയില് തിലകൻ പറയുന്ന പോലെ എന്തോ മറ്റേ പുളി ഇടുന്നതില് ഉണക്കപ്പുളി ഇടുന്നുണ്ട്, അല്ലാത്ത പുളി ഇടുന്ന പോലെ മായപരിപാടിയൊന്നുമില്ല. എല്ലാം ഒറിജിനൽ. ഇവിടെ നാടൻ ഫുഡ്. വല്ല മായമുള്ള ഒന്നുമില്ല. അതെ, ഇതിലിപ്പോ നോക്കിയപ്പോ ഒരു മായമുള്ള വിഭവങ്ങളും ഇല്ല. എല്ലാം കറക്റ്റ് സംഭവമാണ്. ചിക്കൻ മസാലയോ പിന്നെ ഞണ്ട് മസാലയോ അങ്ങനെയുള്ള ഇതെല്ലാം നാടൻ സംഭവങ്ങളൊന്നും ഒന്നുമില്ല. അതാണ്. ഇതെല്ലാം അമ്മിയിൽ അരയ്ക്കുന്നതാണോ? എല്ലാം പൊടിക്കുന്ന സാധനം. അടപ്പെടുത്ത് മാറ്റിയപ്പോഴേ അങ്ങ് മണം മൂക്കിനെ തുളച്ച് കയറുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. കാര്യം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പിടിയാണ് അതോ ഫുൾ ഇടുന്നുണ്ടോ? ഇല്ലല്ല, കുറച്ച്. കാര്യം ഇത്ര ഞണ്ടല്ലേ ഉള്ളൂ. 4 ഞണ്ടേ ഉള്ളൂ. 4 ഞണ്ടിന് ഈ ബൗൾ കണ്ടല്ലോ, ഈ ബൗളിൻ്റെ അളവിലാണ് സവാള എടുക്കേണ്ടത്. 4 ഞണ്ടേ ഉള്ളൂ.
അസിസ്റ്റന്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഡിഷ് ഏതാ? ഒറ്റയ്ക്ക് ഷെഫ് ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് സ്വതന്ത്രമായിട്ട് ചെയ്തിട്ടുള്ള ഡിഷ് എന്താ? പറഞ്ഞോളൂ. താറാവ് മപ്പാസാണോ? ആ, ബീഫും ചെയ്യും. ബീഫ് ഏതാ ചേച്ചിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താ ബീഫിൽ? പെരട്ടാണോ അല്ലെങ്കിൽ വേറെ എന്താ കുറേ പരിപാടി ഉണ്ടല്ലോ ബീഫിൽ? പെരട്ടുണ്ട്, റോസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം ഞാൻ ഒന്ന് വാടാൻ വേണ്ടി അടയ്ക്കുക. ആ, വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടന്? വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഭാര്യ, ആ, ഒരു മോള്. ആ, മോള് ഇതുമായിട്ട് വല്ല ഇതുണ്ടോ? ഇല്ല അവള് നേഴ്സിംഗ് പഠിച്ച് ഇപ്പോൾ ജോലിയുണ്ട്. മെഡിസിറ്റി ആശുപത്രിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ പാചകം ചെയ്യുന്ന എല്ലാം മിക്കവാറും 90% പെണ്ണുങ്ങളാണ്, അമ്മമാരും സഹോദരിമാരൊക്കെയാണ്. എന്നാൽ ഒരു ഹോട്ടലിലേക്ക് വന്നാലോ ഒരു കല്യാണത്തിന് പോയാലോ അവിടെ ആണുങ്ങളാണ് ചെയ്യുന്നത് പാചകം. അതെന്താണ് അങ്ങനെ ഒരു വ്യത്യാസം? ശരിക്കും ഈ പറയുന്ന പാചകത്തിൽ നൈപുണ്യമുള്ളത് ആണിനാണോ പെണ്ണിനാണോ? പിന്നെ വീട്ടിലെ പെണ്ണിനും പുറത്ത് ആണിനും ആണ്. കല്യാണ സദ്യ നമ്മൾ വീട്ടിലെ ആഹാരത്തിനേക്കാൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് അതുകൊണ്ടാണ്. ആണ് വയ്ക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് വീട്ടിൽ ഊണെന്ന് പറഞ്ഞാൽ വലിയ പരസ്യവും കാണിക്കുന്നുണ്ട്. എന്നാൽ വീട്ടിലല്ലേ എല്ലാവരും ഊണുണ്ടാക്കുന്നത്. ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ ഊണല്ലേ. അത് പുറമേ കാണിച്ച് വീട്ടിൽ ഊണെന്ന് പറഞ്ഞാൽ ആരെ കാണിക്കാനാ? അതൊരു പുതുമയായിട്ട് പറയുന്നത് വീട്ടിൽ ഊണെന്ന്. എന്നാൽ വീട്ടിലല്ലേ എന്ന് ഊണുണ്ടാക്കുന്നത്, ഭർത്താവിനും കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു പ്രത്യേകിച്ച് എന്താ വീട്ടിൽ ഊണെന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് കാണിക്കുന്നത്? അതൊക്കെ ഷോ. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വെളിയിൽ ഭക്ഷണം കഴിക്കുന്നതിലാണ് കഴിവിരിക്കുന്ന ആ ഒരു കുക്കിന് അല്ലേ? അമ്മയല്ല, അമ്മയോ ഭാര്യയോ മക്കളോ ഒന്നും അല്ല. ആറന്മുള സദ്യ ചെയ്യുന്ന ആരാ? അതും ആണുങ്ങളാണ്. പെണ്ണുങ്ങളല്ലല്ലോ ആറന്മുള സദ്യത്തിന് ഏറ്റവും പേരുകേട്ട സദ്യ. ശരിയാ. അതാണ് മനസ്സിലായി. പിന്നെ അവര് സ്ഥിരമായിട്ട് ജോലിക്കാരായതുകൊണ്ട് നമുക്ക് ആഹാരം സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നിങ്ങൾ ചെലവ് കൂടുതൽ ആൾക്കാരാണല്ലേ? ചെലവ് കൂടിയ ആൾക്കാരാണ്. നമ്മൾ അധികം ചെലവില്ലല്ലോ. ഇല്ല. അപ്പം നമ്മുടെ മസാല, ഉള്ളി ഒരു പരുവം അഞ്ഞു വന്ന് ഞണ്ട് വറക്കിയിട്. ഞണ്ട് ഇതിലിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക. അതായത് കണ്ടില്ലേ നമ്മളെ ഞണ്ട് ഇത് കണ്ടില്ലേ? ഇതുണ്ടാ സൂപ്പറായിട്ട് വൃത്തിയാക്കി ജീവനുണ്ടോ? ഇറങ്ങിയത് 2 അസിസ്റ്റന്റ് പണി തുടങ്ങിയിട്ടുണ്ട്. 3 4 5 6 ഉണ്ട് കേട്ടോ. 4 അല്ല പ്രേക്ഷകരെ, 4 അല്ല 6 ഉണ്ട്. ശരിക്കും ആ വെള്ള ഇതിലാണ് ഫ്ലഷ് ഇരിക്കുന്നത് അല്ലേ? അതിന്റെ മാംസം ഇരിക്കുന്നത്. ബാക്കി സൈഡിലോട്ടുള്ള വീജാവരി വെച്ചിട്ടുള്ള കൈയും കാലിലൊക്കെ ഇതിൽ മാംസം ഉണ്ട്. ചെറുതിലുണ്ട്, ചെറുതായിട്ട് ചവച്ച് വെക്കുമ്പം ചവച്ച് വരുമ്പോൾ അതിനകത്ത് കിട്ടും. പക്ഷേ ഈ കാലിനകത്ത് മാംസം ഉണ്ട്. ഇത് ഒരു ഞണ്ടിന് എത്ര രൂപ നമ്മൾ വിപണിയിൽ കിട്ടുന്നത് വാങ്ങിക്കാനുണ്ട്? പച്ച നിങ്ങൾക്ക് പച്ച ഏതെന്ന് വെച്ചാൽ പല വിലയാ, തൂക്കമില്ല. 400 രൂപ 500 രൂപ ഒക്കെ കിലോ. കിലോ 400 സീസൺ അനുസരിച്ച്. സീസൺ അനുസരിച്ച്. മുമ്പൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നത് ഞണ്ട്, കക്ക. ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം നമുക്ക് വെള്ളയാണി പോകണമായിരുന്നു പണ്ട്. പുഞ്ചക്കരി ഷാപ്പിലൊക്കെയാണ് പോകണം. ഇന്ന് പക്ഷേ നമുക്ക് അമരവിള ഉണ്ട്. ആ വിഭവങ്ങൾ അങ്ങ് ഇവിടെ ഉള്ളവർക്ക് അങ്ങ് പുഞ്ചക്കരി പോകണ്ട അല്ലേ? ഇല്ല, ഹരിതയിൽ വന്നാൽ മതി. പുഞ്ചക്കരി ഷാപ്പൊക്കെ അറിയാവോ? പിന്നെ ഞങ്ങളുടെ നാട്ടിലല്ലേ? ആണോ? ഞാൻ പുഞ്ചക്കരി ചെന്നിട്ടുണ്ട്. ആണോ? സുരേഷ് സാറിന്റെ ഷാപ്പിൽ. അവിടെ അല്ലേ? അവിടെ ഒരുപാട് ഷാപ്പ് ഉണ്ടല്ലോ. 2 ഷാപ്പ്. ഒന്ന് പ്രവീണിൻ്റെത്, ഒന്ന് സുരേഷ്. അപ്പം ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു. സ്വല്പം ഉപ്പ്. ഇപ്പം അച്ഛൻ്റെ അളവൊക്കെ നോക്കുന്നുണ്ടോ? കണ്ടോണ്ടിരിക്കില്ലേ? 2 സ്പൂൺ ഇട്ട് ഉപ്പ്. അപ്പം ഇതിലിച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഞണ്ട് വേവണ്ടേ? നിരപ്പിന് വെള്ളം ഒഴിച്ച് 4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഇളക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഈ സംഭവങ്ങൾ. ഈ ചിറകും ഉള്ളതുണ്ടല്ലേ? ഇതിനോട് എന്ത് ഇതാ നമ്മൾ കൂട്ട് കഴിക്കാനായിട്ട് എന്താ ഉള്ളത്? ഈ ഞണ്ടിനോട് ദോശ അങ്ങനെയാണോ അതോ കപ്പയാണോ സാധാരണ? എന്ത് വേണം കഴിക്കും. കപ്പ, ഞണ്ടിനോട് കൂടുതൽ പോകുമ്പോൾ ഇടിയപ്പം, അപ്പം, കപ്പ ഏത് കഴിച്ചാലും ടേസ്റ്റാ. ഇതിന്റെ മസാല ടേസ്റ്റിലേ ഏതും കഴിക്കാം. ഇവിടെയൊക്കെ എങ്ങനെ ഈ ഞണ്ട് ഈ വിഭവം ഇവിടെ എങ്ങനെ ഒരു പ്ലേറ്റിനൊക്കെ ചാർജൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നതാണോ? ഞണ്ട് വലിപ്പം അനുസരിച്ചാണ്. വലിപ്പത്തിനാണ്. ഇവിടെ തൂക്കവും കാര്യങ്ങളൊന്നുമില്ല. തൂക്കമാണോ? അല്ല, തൂക്കം നമ്മൾ തൂക്കി മേടിക്കുന്നെങ്കിലും നമ്മൾ കൊടുക്കുമ്പം ആ വലിപ്പം അനുസരിച്ച്. അപ്പൊ തലയായാലും നെമ്മീൻ്റെ തല. ഇപ്പൊ എന്തായി നോക്കിയാലോ നമുക്ക്? അപ്പം അടപ്പെടുത്ത് നോക്കാം. കളറൊക്കെ മാറി, ഉള്ളിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കറുത്ത കളർ മാറി ഒരു ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മസാല ചേർക്കുന്ന ഇതിന്റെ മസാല.
മസാല എന്ന് പറയുമ്പോൾ നമ്മൾ മുളക് പൊടി എന്തായിരുന്നു മസാലയിൽ? നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ആദ്യമേ തേങ്ങ ചതച്ചതാണ്. തേങ്ങ ചതച്ചത് അത് ഫുൾ അങ്ങോട്ട് വേണം. ആ, ഗ്രേവി വേണമല്ലേ, ആവശ്യമുള്ള ഗ്രേവി ഇട്ടത്തിൽ തേങ്ങ തിരുകി അതങ്ങ് ചതച്ച് അതങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് കുരുമുളകാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ, കുരുമുളക് 1 2 3 ഒരു 3.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഗരം മസാല. ഗരം മസാല ഇത് ഏലക്ക, ഗ്രാമ്പ്, പട്ട, പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതും ഇടുന്നുണ്ട്. 1 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുക, കാര്യം ഗ്രേവിക്ക് വേണ്ടി. സാധാരണ എത്ര സമയം എടുക്കും ഒരു ഞണ്ട് കറി ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ ശരിയാക്കി എടുക്കാനായിട്ട്? 20 മിനിറ്റ്? 20 മിനിറ്റ് എടുക്കത്തില്ല, നമ്മളത് ഒരു 10-15 മിനിറ്റ്. ഞണ്ടെന്ന് വെച്ചാൽ ഇതിൽ പെട്ടെന്ന് വേവ് നമ്മൾ വേവില്ല, വേവ് കുറവാണ്. കാര്യം നമ്മളിപ്പം മുട്ട പുഴുങ്ങത്തില്ലേ, അതിപ്പം മുട്ട പുഴുങ്ങുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ കാലിനകത്ത് മാംസമാണ്. അപ്പോൾ ചൂടടിച്ച് ഈ മാംസം ഉറയ്ക്കുന്നു. അപ്പോൾ മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട എങ്ങനെ ഉറയ്ക്കുന്നത്? കട്ടിയുള്ള ആ മുട്ട പെട്ടെന്ന് വേവത്തില്ലേ ഉറയ്ക്കാൻ, ആ സമയം എടുക്കത്തുള്ളൂ ഇതിന്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ തോടി ഇളകി കഴിഞ്ഞാൽ ഇപ്പം ഇതെന്നാണ്ടില്ല, ഇതെന്ന് വെച്ചാൽ ഈ മാംസം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ആവി ഇടുമ്പോഴേ വേവും. ഈ കാലിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഈ മുട്ട പിഴുന്ന കണക്ക് ഇതിന് തോടിനകത്ത് ഇതിപ്പോൾ നമ്മൾ പച്ചയ്ക്ക് പൊട്ടിക്കുകയാണെങ്കിൽ വെള്ളം. അപ്പൊ ഇത് ഉറയ്ക്കും. അതിലേ അതാ പറഞ്ഞ മുട്ട പിഴുകുന്ന സമയം. ഇപ്പൊ ഇതിപ്പോ നമ്മൾ പച്ചയ്ക്ക് ഞണ്ടെടുത്തിട്ട് കാല് പൊട്ടിക്കുകയാണെങ്കിൽ വെള്ളം നാര് മാതിരി ഒരു ഇത് കാണും, ബാക്കി വെള്ളമാണ്. പക്ഷെ ഇപ്പൊ ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞത് പൊട്ടിക്കുമ്പം മുട്ട പുഴുങ്ങി പച്ചയ്ക്ക് മുട്ട പൊട്ടിക്കുന്ന എങ്ങനെ ഇരിക്കും, വീഴുന്ന കഴിക്കും. പുഴുങ്ങിയിട്ട് എങ്ങനെ പൊട്ടിച്ചിളക്കുന്നു ഇതിപ്പോ നമ്മള് കുറച്ച് ഇതിങ്ങനെ ചെയ്തൊന്നുമില്ലേ ഉള്ളു. അല്ലാതെ 3, 4 കിലോ 5 കിലോ ഞണ്ട് വലിയ ബാർപ്പിനകത്ത് വേവിച്ച് 1 കിലോയിൽ ഒരു 5 കിട്ടും. ആ, അത് വലിപ്പം അനുസരിച്ച്. ഇതിൽ തന്നെ എത്ര വെറൈറ്റി ഉണ്ട് ഞണ്ടിൽ തന്നെ നിങ്ങൾ ചേട്ടാ ഇവിടെ ചെയ്തിട്ടുള്ള? ഞണ്ടിൽ ഇപ്പം നമുക്ക് വെച്ചാൽ ഞണ്ടിപ്പം ഇതിപ്പം തേങ്ങ ഇട്ട് വയ്ക്കുന്നത്, പിന്നെ മുളക് പൊടി ചേർത്ത് വയ്ക്കും. അത് സവാളയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വയ്ക്കും, അതൊരു വെറൈറ്റി. ഇതൊരു വെറൈറ്റി. പിന്നെ അല്ലാതെ ഞണ്ട് പുഴുങ്ങിയിട്ട് പെരട്ടെന്നും പറഞ്ഞടിക്കും. വറ്റൽ മുളക് വറുത്ത് പൊടിച്ച് അതിനകത്തിട്ട് മസാലയൊക്കെ ഇട്ട് ഞണ്ട് പെരട്ടാവും. പിന്നെ ഇതിനകത്ത് പിന്നെ ഞണ്ട് മൊപ്പാസെന്ന് പറഞ്ഞടിക്കും. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ഇതിനകത്ത് ചേർത്ത് ഗ്രേവിയാക്കി ഞണ്ട് മൊപ്പാസ്. അതല്ല, ഈ ഇതിന്റെ ഷെല്ല് തോടൊക്കെ പൊടിച്ച് കളഞ്ഞിട്ട് ഇട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടോ? തോല് പൊട്ടിച്ചെന്ന് ചെയ്ത് നമ്മളങ്ങനെ ചെയ്യാൻ തോലി പൊളിച്ചിട്ട് ചെയ്യുന്നു. അത് ഇപ്പം ഞണ്ടിപ്പം നമ്മളിത് പുഴുങ്ങിയ ശേഷം ഇത് പൊട്ടിക്കുക, കാല് പൊട്ടിച്ചിട്ട് എടുക്കുക. അപ്പോൾ കാലായിട്ട് കിട്ടത്തില്ല, ആ മാംസം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അത് വേണമെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ റോസ്റ്റ് മാതിരി, അതായത് ഈ ചിക്കൻ തോരൻ വയ്ക്കുന്നതാണൊക്കെ, അവൻ ഞണ്ട് തോരനെന്നും പറഞ്ഞൊക്കെ വയ്ക്കാം. അങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇളക്കി തോട് കളഞ്ഞിട്ട് ഇത് പൊട്ടിച്ച് എല്ലാം കൂടെ ഇട്ടിട്ട് മുട്ടത്തോരൻ, ചിക്കൻ തോരൻ വയ്ക്കുന്നതൊക്കെ ആക്കി കൊടുക്കാം. ഈ ഞണ്ടിൻ്റെ എന്ന് വെച്ചാൽ ചില സമയത്ത് ഞണ്ടിനകത്ത് മാംസം കുറവായിരിക്കും. അതിന് ഈ വാവ് ഇങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളുണ്ട്. അതിന് ഈ വെളുത്ത വാവ് കറുത്ത വാവൊക്കെ പിടിക്കുമ്പോൾ ഞണ്ടിന് പിന്നെ മാംസം കുറവെന്നൊക്കെ ആളുകൾ പറയുന്നത്. പണ്ട് വല്യപ്പന്മാർ പറയുന്ന നമുക്കറിയില്ല. അല്ല, ഞാൻ ചോദിക്കണം, ഇപ്പൊ ചേട്ടാ ഇത് ചെയ്യുന്നു, പ്രേക്ഷകർ കാണുന്നു, നാളെ വിളിക്കുന്നു കോള്, ഞണ്ട് കറി ഉണ്ടോ, ഞണ്ട് സ്പെഷ്യൽ ചെയ്തതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലേ, പറയും ശരിയാക്കി തരാന്ന് പറയും. അല്ലേ? ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് വന്നാൽ അവർ വരുമ്പോൾ നമ്മൾ റെഡിയാക്കി കൊടുക്കും. പിന്നെ ലിവർ മപ്പാസ്, ലിവർ തോരൻ, റോസ്റ്റ്, ഇങ്ങനെ പല ദിവസം വിളിക്കും. അപ്പോൾ കൊച്ചുങ്ങളൊക്കെ ഇട്ട് വരികയാണെങ്കിൽ പറയും മപ്പാസ് മാതിരി അടിക്കാൻ, എരിയില്ലാതെ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് തേങ്ങാപ്പാല ഒഴിച്ച് റെഡിയാക്കി കൊടുക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്, എരിയില്ല കൊടുക്കാം.
അപ്പോൾ ഇത് തന്നെ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ചിക്കനും ഇതൊക്കെ ഉണ്ടെന്ന് പിന്നെ എരി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മപ്പാസ് മാതിരി അടിച്ചു കൊടുക്കും കൊച്ചുങ്ങൾക്ക്. എനിക്ക് കുറവായിട്ട് അത് ചെയ്തു. ഒഴിക്കും. ഇതിപ്പോൾ ആയോ? മതിയായോ? ഇനി അടുത്തെന്താ പരിപാടി പറഞ്ഞേ? ഇതിലിപ്പോൾ നമ്മളെ കയ്യാളിനെ കൊണ്ട് ഇച്ചിരി ഉപ്പ് നോക്കിക്കണ്ടേ? ഉപ്പ് നോക്കട്ടെ, കൈപ്പുണ്യം എങ്ങനെയാണെന്ന് നോക്കട്ടെ ചേച്ചി. അത് ഉപ്പെങ്കിലും നോക്കട്ടെ കറക്റ്റായിട്ട്. അതെ, അപ്പോൾ അത് ചൂടാ, കൈ പൊള്ളിക്കേണ്ട കാര്യമില്ലല്ലേ. ഊതരുത് കളിയാക്കൽ ആ ഊതരാണോ ഉദ്ദേശിച്ചത്? അല്ല, കയ്യിൽ ചൂടോടെ നോപ്പ് പോകണം. ഉള്ളിലെങ്കിലും കൊള്ളാന്ന് പറയണം. എങ്ങനെയുണ്ട്? ഉപ്പ് കുറവാണെങ്കിൽ പറയണം, ഇടാം, പറയരുത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കും ലാസ്റ്റ്. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് ഒതുക്കാൻ നോക്കിയാൽ വെളിച്ചെണ്ണ താണ്ട സ്വല്പം ഒരു മണത്തിന് വേണ്ടി ലാസ്റ്റ് ചെറിയൊരു പിടി കറിവേപ്പില മേളിൽ. ഇപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി. അത് ശരി. അപ്പോൾ നമ്മൾ ഇനി ബാക്കി വെച്ച ഈ സംഭവമൊന്നും വേണ്ട, വേണം, ഒന്ന് കൂടുതലായിട്ട് അരച്ച് വെച്ചതേ ഉള്ളൂ. അത് നമ്മൾ വേണ്ടി വേണ്ടല്ലേ, ഇത് കളയാക്കത്തില്ലല്ലോ, നമുക്ക് ഞാൻ ഉപയോഗിക്കാമല്ലേ അടുത്ത ആവശ്യത്തിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഭവസമൃദ്ധമായ ഞണ്ട് സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് വിത്ത് കപ്പ. ഇതാദ്യം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം അല്ലേ. മസാല ഇതിനാണോ ശരിക്കും കൈപ്പുണ്യം എന്ന് പറയുന്നത്? 10 മിനിറ്റ് കൊണ്ട് ഒരാളുടെ വയറും മനസ്സും നിറയ്ക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ, അതൊരു കഴിവ് തന്നെയാണ്. അന്യ ടേസ്റ്റാണ്, കറക്റ്റ് എരിയും. വിഭവസമൃദ്ധമായ ഞണ്ട് റെഡിയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വരിക. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ചേട്ടനും ചേച്ചിയും കൂടെ വച്ച സംഭവം കിടിലമാണ്. വരിക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ.